എന്തായാലും VS സൃഷ്ടിച്ച ഒരു നമുക്ക് ഈ ഘട്ടത്തിൽ ഒരു വിടവെന്നൊന്നും പറയാൻ സാധിക്കില്ല. കാരണം അദ്ദേഹം സൃഷ്ടിച്ച ഒരു പാരമ്പര്യമാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എങ്ങനെ മുന്നോട്ട് പോകണം, ഏതൊക്കെ രീതിയിൽ പുതുക്കി പണിയണം, ഏതൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ വിഷയങ്ങളിൽ നമ്മൾ ചേർത്ത് നിർത്തണം എന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ടാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. എന്തായാലും പുന്നപ്ര വയലാറിൻ്റെ ഈ ചുവന്ന മണ്ണിൽ അദ്ദേഹത്തിന് അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ തീർച്ചയായും നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു തുടക്കം, അല്ലെങ്കിൽ അദ്ദേഹം ഒരു 20-കാരനായ ഒരു വിപ്ലവ പോരാളിയെ പി കൃഷ്ണപിള്ള കൈപിടിച്ച് ചേർത്ത് നിർത്തിയ ഒരു മണ്ണാണ്. പ്രത്യേകിച്ച് നമ്മൾ വീണ്ടും സൂചിപ്പിക്കുന്ന പോലെ കേരളത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിൽ ഏറ്റവും വലിയ നിർണായകമായ ഒരു പോരാട്ടമായി എഴുതി ചേർത്തിട്ടുള്ള പുന്നപ്ര വയലാർ സമരത്തിൽ വാരിക്കുന്തങ്ങളുമായി CP-യുടെ ആ ഒരു പോലീസ് അല്ലെങ്കിൽ തോക്കിൻ മുന്നിലേക്ക് സധൈര്യം ചെന്ന് കയറിക്കൊടുക്കാൻ മാത്രം ആളുകളെ അണിനിരത്തി അത്തരത്തിലുള്ള ഒരു വലിയൊരു ജനക്കൂട്ടത്തെയും ജനസഹസ്രത്തെയും സൃഷ്ടിക്കുന്നതിന് കൂട്ടത്തിലൊരു അപ്പോൾ തന്നെ ഒരു നായകനായി VS-നെ പി കൃഷ്ണപിള്ള ഉൾപ്പെടെയുള്ളവർ തിരിച്ചറിഞ്ഞിരുന്നു എന്നുള്ളതാണ്. ആ പോരാട്ടം ഒരിക്കലും അവസാനിക്കുന്നില്ല എന്ന് മാത്രമല്ല 75 വയസ്സിന് ശേഷവും കേരളത്തിന് അനുയോജ്യമായ രീതിയിൽ അദ്ദേഹത്തിന് ഇടപെടലുകൾ നടത്തേണ്ട സാഹചര്യങ്ങളെല്ലാം തന്നെ നിരന്തരമായി പുതുക്കിപ്പണിതുകൊണ്ട് ഓരോ ചെറിയ കുട്ടികളെയും, പ്രത്യേകിച്ച് VS 75 വയസ്സുള്ളപ്പോൾ അദ്ദേഹം ആശയങ്ങൾ സ്വീകരിച്ചിരുന്നത് ചെറുപ്പക്കാരായിട്ടുള്ള 25 വയസ്സിനും 30 വയസ്സിന് ശേഷം 35 വയസ്സിനും ഉള്ള ആളുകളുടെ ആശയങ്ങളായിരുന്നു സ്വീകരിച്ചിരുന്നത്. അങ്ങനെയാണ് കേരളം വീണ്ടും കണ്ണേ കരളേ എന്ന് പറഞ്ഞ VS-നെ നെഞ്ചേറ്റിയതും ഇപ്പോൾ ഈ കാണുന്ന ജനസഞ്ചയം ഒന്നാകെ VS എന്ന ഈ 2 അക്ഷരത്തിലേക്ക് ചുരുങ്ങിയതും.